വി മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നോ? വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ലെന്ന് ചിലരെങ്കിലും ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതിന് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ദേശീയ ദുരന്തം എന്നൊരു തലക്കെട്ടില്ല. ഓരോന്നിന്റെയും തീവ്രത അനുസരിച്ച് വേർതിരിക്കലാണ് രീതി. അതത് സർക്കാരുകൾക്ക് വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകും. ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ ദുരന്തങ്ങളെ ദേശീയമെന്നോ പ്രാദേശികമെന്നോ ഒന്നും വേർതിരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ദേശീയ ദുരന്തം എന്ന് വാക്കാൽ പറഞ്ഞാൽ തന്നെ അതിന് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജുകളോ ഒന്നുമില്ല. 1999 ഒഡീഷയിൽ നടന്ന ചുഴലിക്കാറ്റിൽ 10,000-ലധികം ആളുകൾ മരണപ്പെട്ടിരുന്നു. പക്ഷെ അതിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഓഖി ചുഴലിക്കാറ്റും 2018 കേരളത്തിലുണ്ടായ പ്രളയമൊക്കെ ഗുരുതര സ്വഭാവമുള്ള ദുരന്തമായിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ ഫണ്ട് പോരാതെ വരുമ്പോഴാണ് അതിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം പൊതുവെ ഉന്നയിച്ചു കേൾക്കാറ്. പക്ഷെ ഏതൊരു പ്രകൃതി ദുരന്തത്തിന്റെയും അതിന്റെ സ്വഭാവം അനുസരിച്ചാണ് പരിഗണിക്കാറ്. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് അർഹമായ നഷ്ടപരിഹാരം കേന്ദ്രത്തിനോട് ചോദിക്കാം. എത്ര തുക അനുവദിക്കണം എന്നുള്ളത് കേന്ദ്രത്തിന്റെ തീരുമാനമാണ്.